ഹായ് ഗൈസ്, സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ചെറിയൊരു ഹിസ്റ്ററിയാണ്. ഓക്കെ, സോ ചെറിയൊരു പോർഷൻ ഇന്നത്തെ വീഡിയോയിൽ ഹിസ്റ്ററി മാത്രം ഒന്ന് ഗോ ത്രൂ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഞാനിവിടെ ഹിസ്റ്ററി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് 1995 നെറ്റ്സ്കാപ്പ് എന്ന് ആണ് ആക്ച്വലി ഈ ജാവാസ്ക്രിപ്റ്റിന് ലൈസ്ക്രിപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, 1996 ഇത് മൈക്രോസോഫ്റ്റ് അവരുടേതായ ഒരു വേർഷൻ റിലീസ് ചെയ്തു ജാവ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൽ. ഓക്കെ, സോ അതിൽ ചില സെയിം സിൻറ്റാക്സ് ആണ്, പക്ഷേ ചില ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരുന്നു മൈക്രോസോഫ്റ്റ് ഇറക്കിയപ്പോൾ. ഓക്കെ, സോ ഇതിലെന്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ ടൈമിൽ ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റ്സ് എഴുതേണ്ടി വന്നിരുന്നു ഓരോ ബ്രൗസറിനും. ഇപ്പോൾ മൈക്രോസോഫ്റ്റിന് അവരുടേതായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, വേറെ ബ്രൗസറിന് വേറെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എഴുതുന്ന കോഡിൽ ഇതിനു വേണ്ടി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എഴുതേണ്ടി വന്നിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി. സോ അപ്പോഴാണ് അവസാനം 1996 അവസാനമാണ് ആക്ച്വലി ECMA എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് തുടങ്ങിയത് ജാവാസ്ക്രിപ്റ്റിനെ. സോ ECMA എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കമ്പ്യൂട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷനാണ്. സോ അവരാണ് അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തത്. സോ പിന്നെ 1997 to 2005 ബേസിക്കലി ഈ സ്റ്റാൻഡേർഡൈസേഷൻസ് ഒക്കെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. കുറേ സ്റ്റാൻഡേർഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ മൈക്രോസോഫ്റ്റിന് ആ ടൈമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ഇവരുടെ ഒപ്പം. ലൈക്ക് അവരുടേതായ ബ്രൗസർ ഉണ്ട്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്, അവരുടേതായ സ്ക്രിപ്റ്റ്സ് ഉണ്ട്, അങ്ങനെ ഗോ ത്രൂ ചെയ്തിരുന്നു. അവർ സ്റ്റാൻഡേർഡ്സ് സപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷേ അവർ ഫുള്ളി മെർജ് ചെയ്തിരുന്നില്ല സ്റ്റാൻഡേർഡ്സിൽ. പക്ഷേ ഈ 2006 തൊട്ട് 2011 വരെയിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ അത്യാവശ്യം ഭയങ്കര നല്ല പ്രോഗ്രസ് ആയിരുന്നു ആ ടൈമിൽ. ഇവർ ഈ ECMAയുടെ ഹെൽപ്പോട് കൂടി ECMA സ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വന്നിരുന്നു അവർക്ക് ECMA സ്ക്രിപ്റ്റ്സും ഉണ്ട്. അത് ജാവാസ്ക്രിപ്റ്റിൻ്റെ സ്ട്രോങ് റിലേഷൻ ഉണ്ട് ആ സ്ക്രിപ്റ്റ്സ്. ഓക്കെ, സോ പിന്നെ ആ ടൈമിൽ ഈ ജാവാസ്ക്രിപ്റ്റിന് ഭയങ്കരമായിട്ട് ഹ്യൂജ് പ്രോഗ്രസ് ഉണ്ടാവുകയും പിന്നെ അവർക്ക് മൈക്രോസോഫ്റ്റ് മനസ്സിലായി ഇതില്ലാണ്ട് പിടിച്ചേക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ജോയിൻ ചെയ്തത് ആക്ച്വലി ജാവാസ്ക്രിപ്റ്റിലേക്ക്. അവരുടേതായ സ്ക്രിപ്റ്റ്സ് എടുത്ത് മാറ്റിയിട്ട് ആക്ച്വൽ ജാവാസ്ക്രിപ്റ്റ് ലൈക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ജാവാസ്ക്രിപ്റ്റിനെ അവർ സപ്പോർട്ട് ചെയ്ത് അവർ IELക്കും കൊണ്ടുവന്നിരുന്നു ആക്ച്വലി. സോ ഇതാണ് ചെറിയൊരു ഹിസ്റ്ററി ജാവാസ്ക്രിപ്റ്റിൻ്റെ. സോ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഹിസ്റ്ററി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഈ ഒരു ഡെവലപ്മെൻറ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, സോ താങ്ക്സ് ലോട്ട്, ബൈ.